ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യത്തിലൂടെ യേശു നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് രണ്ട് വാതിലും രണ്ട് വഴികളും ഉണ്ടെന്നാണ്. ഒരു വാതിൽ ഇടുങ്ങിയതും അതിന്റെ പാത ഞെരുക്കമുള്ളതുമാണ്. ഒരു വാതിൽ വിശാലവും അതിന്റെ വഴിയും വിശാലമായതാണ്. ഇവിടെ യേശു പഠിപ്പിക്കുന്നത് ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നാണ്. നമുക്ക് ആ വചനം ബൈബിളിൽ നിന്നൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യമാണ്. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാവുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇവിടെ യേശു പഠിപ്പിക്കുന്നത് നാം ഈ ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കണമെന്നാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഒരു വാതിലുള്ളത് അതിന്റെ വഴി വിശാലമാണ്, അതിന്റെ വാതിലും വിശാലമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നാം ഏത് വഴിയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ യേശു പഠിപ്പിച്ച ജീവനിലേക്കുള്ള വഴിയിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത്, അതോ നമ്മൾ നാശത്തിലേക്കുള്ള വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്? ഈ നാശത്തിലേക്കുള്ള വഴി സൂചിപ്പിക്കുന്നത് ലോകത്തെയാണ്. ഈ ലോകത്തിന്റെ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും മാത്രം അനുഭവിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നാം സഞ്ചരിക്കുന്നത് നാശത്തിലേക്കാണ്. എന്നാൽ ഈ ലോകത്തിലെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ജീവനിലേക്ക് പ്രവേശിച്ച് ആ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ച് നാം ഈ ജീവവഴി കണ്ടെത്തുമ്പോൾ നമുക്ക് ദൈവം തരുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം അനുഭവിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അത് ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ച് നമ്മൾ പുറത്തു വരുമ്പോൾ ഒരു ഞെരുക്കമുള്ള പാത നമുക്ക് കാണാം. ആ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. ആ പാത സൂചിപ്പിക്കുന്നത് ആത്മീയതയുടെ പാതയാണ്. അങ്ങനെ രണ്ട് പാതയുണ്ട്. ഒരു പാത ലോകത്തിലേക്കുള്ള പാതയാണ്, ഒരു പാത ആത്മീയതയിലേക്കുള്ള പാതയാണ്. നാം മനസ്സിലാക്കേണ്ടത് ഈ ആത്മീയതയിലൂടെ ഉള്ള പാതയിലൂടെ അല്ല, മറിച്ച് ഈ നാശത്തിലേക്ക് പോകുന്ന പാതയിലൂടെയാണ് ഇന്ന് ലോകത്തിലുള്ള ഒട്ടുമുക്കാൽ പേരും സഞ്ചരിക്കുന്നതെന്ന് നാം ഈ ലോകത്തെ വീക്ഷിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇന്ന് ലോകത്തിലെ ഒരു കണക്കനുസരിച്ച് ഏകദേശം 230 കോടി ക്രിസ്ത്യാനികൾ ഉണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക്. ഇതിൽ എത്ര പേര് ഈ ജീവവഴി കണ്ടെത്തി ഈ ജീവവഴിയിൽ പ്രവേശിച്ചവരുണ്ട്? യേശു പഠിപ്പിക്കുന്നത് ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്നാണ്. ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കമായതുകൊണ്ടാണ് ഈ വഴിയിലേക്ക് പ്രവേശിക്കുവാൻ ആളുകൾക്ക് കഴിയാത്തത്. അതുകൊണ്ട് യേശു ഒരു കാര്യം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 15-ാം വാക്യത്തിലൂടെ യേശു പഠിപ്പിക്കുകയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അവരുടെ അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. എന്ന് വെച്ചാൽ യേശു പഠിപ്പിക്കുന്നത് ഈ ചെന്നായ്ക്കളെ പോലെയാണ് ഈ കള്ളപ്രവാചകന്മാർ. യേശു ഇത് പഠിപ്പിക്കുവാൻ കാരണം ഈ യഥാർത്ഥ സുവിശേഷം അല്ലെങ്കിൽ ഈ യഥാർത്ഥ പ്രവാചകൻ ചെയ്യേണ്ടത് എന്താണ്? അവൻ ഈ ജീവവഴി കണ്ടെത്തി ആ വഴിയിലൂടെ നടക്കുവാൻ മറ്റുള്ളവരെയും പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെയും ആ ജീവവഴിയിലേക്ക് പ്രവേശിപ്പിച്ച് അവരെയും ജീവവഴിയിലൂടെ നടക്കുവാൻ പ്രാപ്തരാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ യഥാർത്ഥ പ്രവാചകന്റെ കർത്തവ്യം അല്ലെങ്കിൽ അവന്റെ ജോലി അതാണ്. അങ്ങനെ ചെയ്യാതെ ഈ ജീവവഴിയിലൂടെ പ്രവേശിച്ച് ആ ജീവവഴിയിലൂടെ ആളുകളെ നടത്തുവാൻ കഴിയാത്തവരെല്ലാവരും കള്ളപ്രവാചകന്മാരാണെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. എന്നിട്ട് യേശു അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. മുള്ളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുവാറുണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു നാടൻ ഭാഷയുണ്ട്, ഈ മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന്. അതുപോലെ തന്നെയാണ് യേശു ചോദിക്കുന്നത്, ഈ നല്ല വൃക്ഷം അല്ലെങ്കിൽ നല്ല ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. യേശു ഇവിടെ പഠിപ്പിക്കുന്നത് നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നു. നമ്മൾ നല്ല വൃക്ഷമാണോ അതോ ചീത്ത വൃക്ഷമാണോ എന്നാണ് നാം വിലയിരുത്തേണ്ടത്. നമ്മൾ ഈ ലോകത്തിന്റെ ആഡംബരങ്ങളിലും സന്തോഷങ്ങളിലും മാത്രം മുഴുകിയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ നാശത്തിന്റെ പാതയിലാണ്. നേരെ മറിച്ച് നമ്മൾ ഈ ലോകത്തിന്റെ സന്തോഷം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ച് ജീവങ്കിലേക്ക് പോകുന്ന ആ വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ
നമുക്ക് ദൈവം തരുന്ന വലിയൊരു സന്തോഷമുണ്ട്. ഈ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ സന്തോഷം മാത്രം അനുഭവിക്കുവാൻ വേണ്ടിയല്ല, ജീവനിലേക്കുള്ള വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് ആ ഞെരുക്കമുള്ള വഴിയിലൂടെ നടന്ന്, അത് ആത്മീയതയുടെ വഴിയാണ്. ഈ ആത്മീയതയിലൂടെ നടന്ന് നമ്മൾ ജീവനുള്ളവരായി തീരണമെന്നാണ് യേശു ഇവിടെ നമ്മളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്നത്. ഈ ജീവവഴിയിലൂടെ പ്രവേശിച്ച് ജീവവഴിയിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ആ വഴിയിൽ നമ്മുടെ സ്വർഗീയ പിതാവിനെ കണ്ടെത്താൻ കഴിയും. ആ സ്വർഗീയ പിതാവ് നമ്മളെ ഓരോരുത്തരെയും മാടി വിളിക്കുന്നത് ഈ ജീവനുള്ള ഈ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ച് ഈ ഇടുക്ക് വഴിയിലൂടെ നടന്ന് നമ്മുടെ പിതാവിനോടൊപ്പം നിത്യതയിൽ ആയിത്തീരണമെന്നാണ് നമ്മുടെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മള് വിത്തിന്റെ ഉപമ പഠിപ്പിക്കുമ്പോൾ യേശു പഠിപ്പിക്കുന്നുണ്ട്, നല്ല നിലത്ത് വീണ വിത്ത് 100, 60, 30 മേനിയായി ഫലം പുറപ്പെടുവിക്കുന്നു. നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് നല്ല വൃക്ഷമായി, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷമായി തീരുവാനാണ്. അങ്ങനെ നല്ല ഫലം പുറപ്പെടുവിച്ച് നല്ല വൃക്ഷമായി തീരുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അതിന് നമ്മുടെ സ്വർഗീയ പിതാവ് നിങ്ങളെല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.